വടക്കേ അമേരിക്ക, യൂറോപ്പ് ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ് മാർത്തോമ ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട സജിത്ത് തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട കുടുംബം, ഇന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് വർഗീസ് അച്ഛൻ, നല്ല പാട്ടിന് നേതൃത്വം നൽകി നമ്മളെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിൽസി കൊച്ചമ്മ, ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ശേഷിച്ച ഇടവക മിഷന്റെ പ്രവർത്തകരെ, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്നതിനും നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതിനും എല്ലായിടത്തും ഇരുന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ഞാനിപ്പോൾ പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നാമത്തിലും സ്നേഹ വന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ആത്മീയ പ്രബുദ്ധരായ പട്ടക്കാരുടെ നേതൃത്വവും സേവനവും ലോങ് ഐലൻഡ് ഇടവകയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് വർഗീസ് അച്ഛൻ റിട്ടയർ ചെയ്ത ആളാണെങ്കിലും സജീവമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കത്തക്കത്തുള്ള ആരോഗ്യം ദൈവം അച്ഛന് നൽകുന്നു. ഞങ്ങൾ വളരെ വർഷങ്ങളായി അടുത്ത് പരിചയമുള്ളവരാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ സാന്നിധ്യം ആ പ്രദേശത്തുള്ളത് വലിയൊരു അനുഗ്രഹമാണല്ലോ. സജിത്ത് അച്ഛൻ്റെ ഇടവകയിൽ ഞാൻ വികാരിയല്ല, സഹവികാരിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അവിടെ വികാരിയായിട്ടൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇത്തിരി കടന്നേരേ ഒക്കത്തുള്ളൂ. എന്നാലും വളരെ അനുഗ്രഹമായ ശുശ്രൂഷ ആ ഇടവകയിൽ എനിക്കും നിർവഹിപ്പാൻ തക്കൊണ്ടിടയായി തീർന്നു. പ്രിയപ്പെട്ട വിൽസി കൊച്ചമ്മയുടെ പ്രിയപ്പെട്ട ടി.സി. മാമനച്ചൻ കടന്നുപോയല്ലോ. പ്രിയപ്പെട്ട അച്ഛനും എന്നോട് വളരെയധികം സ്നേഹവും എൻ്റെ ശുശ്രൂഷയിൽ വളരെ പ്രോത്സാഹനം നൽകിയ ഒരു അച്ഛനായിരുന്നു. അങ്ങനെയുള്ളതായ നല്ല പട്ടക്കാരുടെ സാന്നിധ്യവും പട്ടക്കാരുടെ കുടുംബങ്ങളുടെ സാന്നിധ്യവും അവിടെ ഉള്ളത് തികച്ചും അനുഗ്രഹമാണ് എന്ന് സംശയമില്ല. എല്ലാവരുടെയും നേതൃത്വം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഇടവ മിഷന്റെ ഈ കൂട്ടായ്മയിൽ നിങ്ങളോടുകൂടെ സംബന്ധിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ഇടവകയിലെ ഇടവ മിഷൻ പ്രസിഡന്റായിരിക്കുന്ന സജിത്ത് അച്ഛനോടും, പ്രത്യേകിച്ച് അതിൻ്റെ ചുമതല നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഇടവ മിഷന്റെ സെക്രട്ടറി ഉണ്ട്, ഇടവക സെക്രട്ടറി ഉണ്ട്, എല്ലാവരോടുള്ളതായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ഇത്രത്തോളം നമ്മെ നടത്തിയതായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കോവിഡ് രോഗബാധിതർ, രോഗവിമുക്തർ, ആരോഗ്യ പ്രവർത്തകർ, പ്രിയപ്പെട്ടവർ, വേർപാടിൽ ദുഃഖിക്കുന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ കഴിയുന്നവർ എന്നിവർക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ആരോഗ്യമുള്ള സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയിൽ നമുക്കും പങ്കുചേരാം, നമുക്കും പ്രാർത്ഥിക്കാം. മാർത്തോമ സഭയുടെ ഒരു വലിയ ഒരു ദൗത്യമാണ് സുവിശേഷീകരണം എന്നുള്ളത്. മാർത്തോമ സഭയെ അറിയപ്പെടുന്നത് ഒരു സുവിശേഷ വിഹിത സഭയായിട്ടാണ്. വിശുദ്ധ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഉരിഞ്ഞു വെച്ചതുപോലെ തന്നെ മാർത്തോമ സഭ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു. യേശുക്രിസ്തുവാണ് സുവിശേഷം. ആ സുവിശേഷം വഹിക്കുന്ന ആളുകളാണ് സുവിശേഷകർ. ഇടവക മിഷന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ടതായ ലക്ഷ്യം ഓരോ മാർത്തോമാക്കാരനും ഓരോ മാർത്തോമാക്കാരിയും ഓരോ സുവിശേഷകരായിരിക്കണം എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എൻ്റെ സാക്ഷികളാകും, യു വിൽ ബി മൈ വിറ്റ്നസ്സസ്. ഇത് ഇടവ മിഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സുവിശേഷകരായിരിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വാസ്തവത്തിൽ സുവിശേഷകരാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. സുവിശേഷകൻ എന്ന ലേബൽ ലഭിക്കുന്നതിന് എന്തൊരു ഭാഗ്യമാണ്. നമ്മുടെ കാലം ചെയ്ത ഭാഗ്യ സ്മരണീയനായ ഈശോമാർ തീമോത്തിയോസ് തിരുമേനി തൻ്റെ +2 പഠനം കഴിഞ്ഞ്, അല്ലെങ്കിൽ അന്നത്തെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിൽ സിഹോറയിൽ പ്രവർത്തിക്കാനായിട്ട് പോയി. അവിടെ ഉള്ളതായ താമസവും
തുടർന്നുള്ളതായ പഠനം ഒക്കെ അനുഗ്രഹമാക്കി തീർത്തു. സഭയിൽ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിലാണല്ലോ ഈശോ മാർ തീമോഥെയോസ് തിരുമേനി എന്ന രീതിയിൽ അദ്ദേഹം ഉയർത്തപ്പെടാനിടയായത്. അദ്ദേഹത്തിന്റെ ഈ കാലശേഷം, അതായത് കാലം ചെയ്തതിന് ശേഷം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഇപ്രകാരം തിരുമേനിയെ കുറിച്ച് ഒരു പരാമർശനം നടത്തി. ഇന്ത്യക്ക് ഒരു സുവിശേഷകൻ നഷ്ടപ്പെട്ടെന്ന അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഹാസ് ലോസ്റ്റ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ഉണ്ട്, തിരുമേനി നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, പട്ടക്കാരൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല, ഒരു സുവിശേഷകൻ നഷ്ടപ്പെട്ടെന്നൊരു ഭാരതത്തിന്റെ പ്രധാന ചുമതല നിർവഹിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു ഹൈന്ദവൻ പറയുകയാണ്, ഇന്ത്യ ഹാസ് ലോസ്റ്റ് ആൻ ഇവാഞ്ചലിസ്റ്റ്. തിരുമേനിയെ സംബന്ധിച്ച് തിരുമേനി ആയപ്പോഴും ഒരു സുവിശേഷകന്റെ ഭാവത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനവുമായിരുന്നത്. അതുകൊണ്ട് ഒരു സുവിശേഷകനായിരിക്കുന്നത് പോലുള്ളതായ ഒരു ഭാഗ്യവും സന്തോഷവും മറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ സുവിശേഷ വിഹിത സഭയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സജിത്ത് അച്ഛൻ ഇവിടെ നമ്മളെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുവാൻ തക്കവണ്ണം സഭ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം. സഭയിൽ പല സംഘടനകളുണ്ട്. പലപ്പോഴും മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘവും മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘവും തമ്മിൽ നമുക്ക് വ്യത്യാസങ്ങൾ അറിയാതെ രണ്ടും ഒരുപോലെയായിട്ടൊക്കെ പ്രസ്താവിക്കുന്നതായിട്ട് കേൾക്കാൻ കഴിയുന്നു. എന്നാൽ ഇത് രണ്ടും സഭയുടെ കീഴിലുള്ള സംഘടനകളാണെങ്കിലും രണ്ട് വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയാണ് ഈ രണ്ട് സംഘടനകളും പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം, അതായത് മാർത്തോമാ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ. ഒരുപക്ഷെ അതിന്റെ ചരിത്രം നമുക്ക് അറിയാമായിരിക്കാം. ഈ ഒരു സംഘടന ആരംഭിക്കുന്നത് 1888 1888 സെപ്റ്റംബർ 5 അത് ആരംഭിച്ചത് ചെങ്ങന്നൂര്, അവിടെ കല്ലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു ആറിന്റെ സൈഡിൽ ഒരു കടവിൽ മാളികയുണ്ട്. ആ മാളികയിൽ ഒരു വൈദികനും ഒരു സുവിശേഷകനും 10 ആത്മായരോടെ ചേർന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച, ഭാരതത്തിലെ സുവിശേഷീകരണത്തിനായി ആരംഭിച്ച ഭാരതത്തിലെ പ്രഥമ മിഷണറി സംഘടനയാണ് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം. ഇന്ന് 132 വർഷം പിന്നിട്ടതായ ഒരു സംഘടനയാണിത്. ഇപ്പോൾ അതിന്റെ പ്രസിഡന്റായി അഭിമന്യ യുയാക്കി മാർ കൂർലോസ് തിരുമേനി പ്രവർത്തിക്കുന്നു. തിരുമേനി വടക്കേ അമേരിക്കയുടെ മുൻ അധ്യക്ഷനായിരുന്നല്ലോ. തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും വളരെ അനുഗ്രഹമായി ഈ സംഘടനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 132 വർഷം പിന്നിടുന്ന ഈ സംഘടനയ്ക്ക് ഇന്ന് എന്താണ് പ്രസക്തി? ഇന്ന് പുതിയ പുതിയ എത്രയോ മിഷൻ സംഘടനകൾ വരുന്നു. എന്നാൽ പഴയതിനെപ്പോഴും ഒരു പുതുമയുണ്ട്. പഴയത് വളരെ വിലപ്പെട്ടതാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. അതുകൊണ്ട് ഈ പഴയ ഒരു സംഘടനയാണെങ്കിലും പുതുശക്തിയോടെ നിൽക്കാൻ ദൈവം തമ്പുരാൻ ഈ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഘടന ഞാൻ പറഞ്ഞിട്ട് ആരംഭിച്ചത് പ്രത്യേകിച്ച് ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതത്തിലെ ആളുകളുടെ സഹായത്താൽ, പ്രാർത്ഥനയാൽ നടക്കപ്പെടേണ്ടതായ ഒരു സംഘടനയാണിത്. അതുകൊണ്ടാണ് ഈ ഒരു ചുമതലയിലുള്ളതായ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതിന്റെ ഒരു ഫണ്ട് റൈസിങ് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്തു പോകാൻ അനുവാദമില്ല. ഇന്ത്യക്കാരുടെ സഹായത്താൽ നടക്കേണ്ടതായ ഒരു സംഘടനയാണിത്. അതുകൊണ്ട് ദൈവകൃപയാൽ ഇന്ന് വരെയും ആ വിധത്തിൽ നടക്കുന്നു എന്നുള്ളതും, ഒരു വിദേശ രാജ്യത്തിന്റെ സഹായം, ഒരു ഏജൻസി നമുക്കില്ല എന്നുള്ളതും പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ നമ്മുടെ ആളുകൾ ഒരുപക്ഷെ വിദേശത്തുണ്ടായിരിക്കാം. ഇന്ത്യക്കാരായ ആളുകൾ അവരുടേതായ പ്രാർത്ഥനയും സഹായവും ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഈ സംഘടനയ്ക്ക് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രവർത്തന വേദി എന്ന് പറയുന്നത് ക്രിസ്തേതരായ ആളുകളുടെ ഇടയിലാണ്, നോൺ ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ്. യേശു ക്രിസ്തുവിനെ ഇതുവരെയും കേൾക്കുന്നതിനോ അനുഭവിക്കുന്നതിനോ സാധിക്കാത്തതായ നാനാജാതി മതസ്ഥരായിരിക്കുന്ന ആളുകൾ ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് സുവിശേഷം അറിയിക്കുന്നതായ ഒരു ദൗത്യമാണ് ഈ സംഘടനയ്ക്കുള്ളത്. എന്നാൽ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇടവകയ്ക്കുള്ളിലാണ്. അതുകൊണ്ടാണ് അതിനൊരു ഇടവക യൂണിറ്റ് ഉള്ളത്, ഇടവക മിഷൻ വിതിൻ ദ പാരിഷ്. ഈ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്
നമ്മുടെ TC മാമനച്ചൻ 3 വർഷം പ്രവർത്തിച്ചതാണ്. അച്ഛന് സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഗോസ്പൽ ടീം ഡയറക്ടറായിട്ട് അച്ഛൻ പ്രവർത്തിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളുടേതായ നേതൃത്വം ഈ സംഘടനകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തേതരായ ആളുകളുടെ ഇടയിലാണ് സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രവർത്തനം. ഇന്നിപ്പോൾ ഭാരതത്തിന്റെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളതായ 19 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സുവിശേഷ പ്രവർത്തനം അനുഗ്രഹമായി നടക്കുന്നു. 10-60-ലധികം മിഷണറി അച്ഛന്മാര് നമുക്ക് ഈ സംഘടനയ്ക്കുണ്ട്. 750-ലധികം സുവിശേഷകർ നമുക്കുണ്ട്. 500-ലധികം അനുബന്ധ പ്രവർത്തകരുണ്ട്. ഏകദേശം ഒരു 1000-ലധികം ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിൽ കൂടിയാണ് സുവിശേഷ വേല നടക്കുന്നത്. ഇന്ന് ഈ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ പ്രവർത്തനപരമായി വിശ്വാസത്തിൽ വന്ന വലിയൊരു സമൂഹം നമുക്കിന്ന് ഭാരതത്തിന്റെ പല ഗ്രാമങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളിപ്പോൾ ഒരു പക്ഷേ മലയാളത്തിൽ ആരാധിക്കുന്നവർ ഇംഗ്ലീഷിലും ആരാധിക്കുന്നു. എന്നാൽ ഇന്ന് തദ്ദേശീയ ഭാഷകൾ തന്നെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതായ ഉപദേശിമാരും അച്ഛന്മാരും നമുക്കുണ്ട്. കാരണം അവിടെയുള്ള ആളുകളുടെ ഭാഷയിലാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് മലയാളത്തിൽ കുർബാന നടത്തുന്ന തന്നെ കന്നഡയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഗുജറാത്തിയിലുണ്ട്, ഒറിയ ഭാഷയിലുണ്ട്, തമിഴില്, തെലുഗു ഭാഷയിലെല്ലാം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു സാർവത്രിക സഭയുടെ ഭാഗമായി നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ വിശ്വാസി വന്ന വലിയ സമൂഹം മാർത്തോമ സഭയ്ക്ക് നമുക്കുണ്ട്. നമ്മുടെ പലപ്പോഴും ഈ നമുക്ക് ഈ ഒരു സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ചുള്ളതായ അനുഭവം നമുക്കറിയില്ല. എന്നാൽ സുറിയാനി സമൂഹത്തോട് ഉള്ള ബന്ധത്തിലല്ലാത്തതായ ആളുകളും നമുക്കിന്ന് സഭയിലുണ്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും, ഈ 10-60 അച്ഛന്മാർ നമുക്കുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം നമുക്കിപ്പോൾ തന്നെ അവിടുത്തെ പ്രവർത്തന ഫലമായി കർത്താവിന്റെ ഭാഗത്തേക്ക് വന്ന ആളുകളിൽ നിന്നും പട്ടക്കാർ മാർത്തോമ സഭയ്ക്കുണ്ട്. 10-15 അച്ഛന്മാർ തന്നെ കർണാടകത്തിൽ നിന്ന് തന്നെ മാർത്തോമ സഭയ്ക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും. ആന്ധ്രയിൽ നിന്നും കർത്താവിന്റെ വചനം കേട്ട് വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ ഒരു വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട D. ദേവദാസ് അച്ഛൻ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഒരു പട്ടക്കാരനായിരുന്നു. അതുപോലെ തന്നെ സുവിശേഷകരായിട്ടുള്ളതിൽ ഒരു 90% ആളുകളും തദ്ദേശീയ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കർത്താവിനെ കണ്ടുമുട്ടി വന്നതായി പ്രിയപ്പെട്ടവരാണ്. ഇവരെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛൻ ഓർപ്പിച്ചതുപോലെ കോവിഡ് പശ്ചാത്തലത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇവിടത്തേക്കാൾ ഒരു ദുഷ്കരമായ അനുഭവമായിരിക്കാം വടക്കേ അമേരിക്കയിലൊക്കെ ഉള്ളത്. എല്ലായിടത്തും എന്നാൽ എല്ലാവരും ഒരുപോലെ അതിൻ്റെതായ തിക്തമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ കർത്താവിന്റെ വേല നമുക്ക് നിർത്തിവെക്കാനൊക്കത്തില്ല. കർത്താവിന്റെ വേലക്കാര് വേല നിർത്തി അവരവരുടേതായ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ഒക്കത്തില്ല. കാരണം മരിക്കുവോളം സുവിശേഷ പ്രവർത്തനം വ്യാപൃതരാകേണ്ടതാണ് അവര്. ഇപ്പോൾ അവരെല്ലാം തന്നെ അവരെ ഏൽപ്പിച്ചതായ ഗ്രാമങ്ങൾ തന്നെ താമസിച്ച് പ്രവർത്തിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മൾ അവിടെ പോയി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ദൈവവിളി ഇല്ല എന്നുള്ളതല്ല. ദൈവം വ്യത്യസ്തരായ ആളുകളെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വിളിക്കുന്നു. വിളിക്കപ്പെട്ടതായ ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരുപക്ഷെ ഗ്രാമങ്ങൾ പോയി പ്രവർത്തിക്കാനായിട്ടല്ല, എന്നാൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന രംഗങ്ങളിൽ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടേതായ സന്ധാരണം ഒരുപക്ഷെ നമ്മൾ കൂടെ ആയിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതല അതായിരിക്കാം. ഞാൻ പറയട്ടെ, ഈ ഇത്രയും പ്രവർത്തകർക്ക് ഒരു മാസം നമ്മൾ നൽകേണ്ടതായുള്ള തുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മാസം 50 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് ആവശ്യമായിരിക്കും. ദൈവകൃപയാൽ കഴിഞ്ഞ മാസം വരെയും നമുക്ക് വലിയ പ്രയാസമില്ലാതെ അവരുടെ അടിസ്ഥാന ശമ്പളമെങ്കിലും കൊടുക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ മറ്റു പല അലവൻസുകളെല്ലാം പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ദൈവകൃപയാൽ അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു മിഷണറി അച്ഛന് ഒരു മാസം 20,000 രൂപയോളം ആണ് നമ്മുടെ വേതനം നൽകുന്നത്. ഒരു സുവിശേഷകന് 16,750 രൂപ. റിട്ടയർ ചെയ്ത ഒരു സുവിശേഷകന് 4,800 രൂപ. ഈ വിധത്തിലാണ് മാസം തോറും ഇവർക്ക് നമ്മൾ അവരുടേതായിട്ടുള്ള ശമ്പളമോ അല്ലെ പെൻഷനോ ഒക്കെ കൊടുക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പ്രിയപ്പെട്ടവരെ ഓർക്കണം. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് ഒരു സമാഹരണത്തിനുള്ള ഒരു വേദി അല്ല എന്നെനിക്കറിയാം. ഞാൻ അങ്ങനെ അത് ചോദിക്കുന്നുമില്ല. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം
ഞാൻ പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദൈവം തമ്പുരാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനിൽ കൂടെ ഇടവകയിൽ കൂടെ നിങ്ങൾക്കത് നിർവഹിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു ഇപ്പോഴത്തെ ചുമതല അച്ഛൻ ഓർപ്പിച്ചൊരു സഞ്ചാര സെക്രട്ടറിയാണ്. ട്രാവൽ ചെയ്യാൻ ഒക്കാത്ത നാളുകളായിരുന്നു 6 മാസം. ഒരു പള്ളിയിൽ പോലും എനിക്ക് പോകാൻ ഒക്കുന്നില്ല. കാരണം ഇടവക ചാർജും എനിക്കില്ല. എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ സംഘടനയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവര് സഹായിച്ചതായ ആളുകളെ വിളിക്കുന്നു, എഴുത്തെഴുതുന്നു, റെസ്പോൺസ് പലതരത്തിലുള്ള വിഭ്രാന്തിയും ഇടയാക്കി തീർക്കുന്നു. അതുകൊണ്ട് സഞ്ചരിക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ വേലയെ ഭവനത്തിൽ നിന്നുകൊണ്ട് നിർവഹിപ്പാൻ ദൈവം സഹായിക്കുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം എല്ലാ വിധത്തിലും ഉണ്ടാകണമേ എന്ന് വീണ്ടും ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. ഇടവ മിഷന്റെ ഒരു ചുമതലയിലാണല്ലോ നമ്മളിപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ സംഘടനകൾക്കും എല്ലാ വർഷവും ഒരു പ്രത്യേക ആഴ്ചയും പ്രത്യേക ദിനവുമുണ്ട്. നമ്മുടെ സന്നദ്ധ സുവിശേഷക സംഘം 1924 ആരംഭിച്ചത്. ഈ സംഘടനയുടെ ഒരു വാരവും ദിനവും ഒക്ടോബർ മാസം കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഈ ഒരു ആഴ്ചയിലേക്ക് വായിക്കാനും ചിന്തിക്കാനായിട്ട് അന്ന് എടുത്തതായ വേദഭാഗങ്ങൾ തന്നെയാണ് ഞാൻ ഇന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. അന്ന് ഈ ഒരു സംഘടന അതിൻ്റെതായ ഒരു ആഴ്ചയിലെ ആഘോഷം നടത്തിയതായ സമയത്ത് നൽകിയിരുന്ന ചിന്താവിഷയം പ്രകാരമായിരുന്നു ആത്മായരുടെ സാക്ഷ്യ ജീവിതം എന്നുള്ളതായിരുന്നു. വിറ്റ്നസിങ് ലൈഫ് ഓഫ് ദ ലേറ്റി. ആത്മായരുടെ സാക്ഷ്യ ജീവിതം. അന്ന് വായിക്കപ്പെട്ട വേദഭാഗങ്ങളിലെല്ലാം തന്നെ അതിനെ പരാമർശിക്കുന്ന ആളുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒന്നിച്ച് ഒരുപക്ഷെ ആ 4 വേദഭാഗങ്ങൾ ഒന്നും ആയിരിക്കത്തില്ല, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടതായ മറ്റൊരു വേദഭാഗം ചിന്തയ്ക്ക് കൊണ്ടുവരണമെന്നാണ് താല്പര്യപ്പെടുന്നത്. അതിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എൻ്റെ 9, 11, 15, 17, 20 വാക്യങ്ങൾ. Gospel according to Saint John chapter 17 verses 9, 11, 15, 17 and 20. ഞാനത് ഇടയ്ക്ക് ആ വാക്യങ്ങൾ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മിഷണറി സംഘടനകളെല്ലാം ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ലോങ് ഐലൻഡ് ഇടവയ്ക്കായും അവിടുത്തെ പ്രവർത്തകർക്കായും നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ വചനം പങ്കിടുവാൻ ബലഹീന അടിയനെ നീ അവിടുന്ന് നിയോഗിച്ചല്ലോ. അവിടുത്തെ വചനമാണല്ലോ, അവിടുത്തെ ആത്മാവിൽ അത് കർത്താവ് സംസാരിപ്പാൻ അടിയനെ സഹായിക്കണം. കുറവുകൾ ക്ഷമിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ മൂലം ബലഹീനമായ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിലെ 4-ാമത്തെ സുവിശേഷത്തിൽ ഉൾപ്പെടുന്നതായ ഒരു വേദഭാഗമാണ്. ഈ 17-ാമത്തെ അധ്യായത്തെ അറിയപ്പെടുന്നത് മഹാപുരോഹിത പ്രാർത്ഥന എന്ന ഒരു തലക്കെട്ടിലാണ്. എ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ സാധാരണ ഒരു ദിവസം 2 3 പ്രാവശ്യം ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവിന്റെ പ്രാർത്ഥന. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, മറ്റേത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടത്തുന്നത്, ഒരു ഇന്റർസെസറി പ്രയർ. മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ 7 പരിപാടിയിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രവർത്തനമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ സന്നദ്ധ സുവിശേഷക സംഘം എന്നല്ല അറിയപ്പെട്ടിരുന്നത്, എന്നാൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന സമൂഹമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് അതെല്ലാം മാറി. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലെന്നുള്ളതിനെ കുറിച്ചല്ല, അത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. യേശു ജീവിച്ച കാലഘട്ടത്തിൽ പോലും മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമായിരുന്നു. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാതൃകയായിട്ടുള്ളൊരു പ്രാർത്ഥന, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാതെ ലോകത്തിൽ മറ്റൊരു പ്രാർത്ഥന ഇല്ല
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം അതായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. യേശുവിനെ കുറിച്ച് ദൈവശാസ്ത്ര ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ജീസസ് ഈസ് എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ശരിയല്ലേ? തനിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ ഏകജാതനെ പുത്രനെ നമ്മളെ രക്ഷിപ്പാൻ തക്കവണ്ണം ലോകത്തിലേക്ക് ദൈവം അവൻ അയച്ചതാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചതായ യേശുവിൻ്റെതായ ഒരു പ്രവർത്തനം. യേശുവിൻ്റെ പ്രാർത്ഥന പോലെ മറ്റൊരു പ്രാർത്ഥന നമുക്ക് തിരുവചനത്തിലോ നമ്മുടെ ഒരു രംഗങ്ങളിലോ കാണാൻ സാധിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അത് പ്രത്യേകിച്ച് 24 വാക്യങ്ങളാണ് ഉള്ളത്. അത് 3 ഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗം പ്രയർ ഫോർ ഹിംസെൽഫ്. യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 1 മുതൽ 5 വരെ. 2 പ്രയർ ഫോർ ദ ഡിസൈപ്പിൾസ്, 6 മുതൽ 19 വരെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 പ്രയർ ഫോർ ദ യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. 20 വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ. 3 തരത്തിലുള്ള പ്രാർത്ഥന ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെങ്കിലും യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ശിഷ്യന്മാർക്ക് വേണ്ടി, സാർവത്രിക സഭയ്ക്ക് വേണ്ടി. എന്നാൽ ഈ വേദഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം യേശു പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാകും. ഈ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യേശു പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഭിസംബോധനയുണ്ട്. അതേതാണ്ട് 4-5 പ്രാവശ്യം ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നു. അത് 1-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 21-ാം വാക്യം, 24-ാം വാക്യങ്ങൾ പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. 11-ാം വാക്യത്തിൽ പരിശുദ്ധ പിതാവേ എന്നും 25-ാമത്തെ വാക്യം നീതിയുള്ള പിതാവേ എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് അഭിസംബോധന ചെയ്യേണ്ടത്? യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത്. അതുകൊണ്ട് യേശുവിന് പിതാവായ ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കാൻ മറ്റൊരു വേദിയില്ല. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ആരോടുള്ള അഭ്യർത്ഥനയായിരിക്കാം, ആരോടുള്ള അഭിസംബോധനയായിരിക്കാം. ഇതാ പ്രാർത്ഥിക്കുമ്പോൾ ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് യേശു തന്റെ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ ഓർപ്പിച്ചു. പിതാവിനോടല്ലാതെ മറ്റാരോട് നമുക്ക് ചോദിക്കാൻ ഇടമില്ല. അവൻ മാത്രമാണ് നമുക്ക് മധ്യസ്ഥനായിട്ടുള്ളത്. അവനോടല്ലാതെ നമുക്ക് മറ്റാരോടും ചോദിപ്പാൻ തക്കൊന്നും കഴിയത്തില്ല. നമുക്ക് ഇവിടെ ആവശ്യങ്ങളെ അറിയുന്നവൻ, പറയുന്നതിന് മുമ്പ് തന്നെ അറിയുന്നു, ആവശ്യങ്ങളെ മനസ്സിലാക്കി നമ്മളോട് സഹകരിക്കുന്നതാണ് ദൈവം. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ഇവിടെ പ്രാർത്ഥിച്ചത് പ്രധാനമായിട്ടും പറഞ്ഞല്ലോ, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥന, യേശു പ്രാർത്ഥനയുടെ ഒരു 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 ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് ഈ ശിഷ്യൻ? നമുക്കറിയാം, യേശു പ്രത്യേകം തിരഞ്ഞെടുത്തതായ ശിഷ്യന്മാരാണ്. ലോകത്തിന്റെ പല തുറകളിൽ പ്രവർത്തിച്ചതായ പ്രിയപ്പെട്ടവര് തങ്ങളുടെ ജോലികളിലൊക്കെ വിശ്വസ്തരാണെന്ന് കണ്ടപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുത്തത്. അന്നത്തെ ഒരു നീചമായ ഒരു ജോലി ചെയ്യുന്നവരായിരുന്നു കാണാം, മീൻ പിടിക്കുന്നതായ ആളുകൾ. മീൻ പിടുത്തക്കാരെ യേശു വിളിക്കുന്നു. അവര് നല്ല ജോലി ചെയ്തവരാണ്. അവരവരുടെ പ്രവർത്തനത്തിൽ യാതൊരു പോരായ്മ ഉള്ളവരല്ലായിരുന്നു. നല്ലതുപോലെ പ്രവർത്തിച്ചത് കൊണ്ട് യേശു പറയാൻ, നിങ്ങൾ നല്ലതുപോലെ ഉണ്ട്, ഇനി നിങ്ങൾ മീൻ പിടിക്കുന്നവരല്ല, നിങ്ങൾ ഇനി മനുഷ്യരെ പിടിക്കുന്നവരായി. യു വിൽ ബി ഫിഷേഴ്സ് ഓഫ് മെൻ. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിക്കൊണ്ട് അവരുടെ പ്രവർത്തനത്തിൽ സജീവമായി നിന്നപ്പോൾ അവരെ മീൻ പിടിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർന്നു. ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ആയിരിക്കേണ്ടവരാണ്, യേശുവിന്റെ ഭാവമുള്ളവരായിരിക്കേണ്ടവരാണ്, യേശു ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കേണ്ടവരാണ്. എന്നാൽ യേശു തന്റെ പരിസര ശുശ്രൂഷ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെ കൂടെയുള്ളതായിട്ടുള്ള ജീവിത അനുഭവത്തിൽ മനസ്സിലായത്, വിളിക്കപ്പെട്ട ശിഷ്യ സമൂഹം വിളിക്കപ്പെട്ടതുപോലെ അല്ല ജീവിക്കുന്ന മനസ്സിലായി. അവരിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ശ്രേഷ്ഠതകൾ അവരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആ ഒരു ജീവിത ശൈലിക്ക് ദൈവഹിതപ്രകാരമുള്ള രീതി നടക്കണമെന്ന ആഗ്രഹത്തിൽ യേശു അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. യേശുവിന്റെ മനസ്സ് നൊന്തു. തൻ്റെ ഒരു തൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ഭാരമല്ല, പിന്നെയോ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ടതായ ആളുകൾ അതുപോലെ ജീവിക്കുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോൾ മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുന്ന യേശു. എന്തൊരു ഭാരമാണ് യേശുവിനുള്ളത്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്കൊരു വേദന ഉണ്ടാകണം, ഒരു ഭാരം നമുക്കുണ്ടാകണം. ഈ ഭാരം യേശുവിന്
ഉണ്ടായതുപോലെ നമുക്ക് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. യേശു പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. ഇവിടെ പാട്ട് നമ്മൾ പാടിയപ്പോൾ പാടിയ ഒരു ജൽപ്പനമല്ല, ഒരു അധര വ്യായാമമല്ല പ്രാർത്ഥന എന്ന് പറയും. പിന്നെയോ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും യേശു പ്രാർത്ഥിക്കുന്നു. ആർക്കു വേണ്ടിയിട്ടാണ്? ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യേശുവിടെ പ്രാർത്ഥനയിലെ ഉള്ളടക്കം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഒന്നാമത് യേശു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? 11ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പിതാവേ നീയും ഞാനും, ഞാൻ നീയും ഒന്നായിരിക്കുന്നവർ ഇവരും ഒന്നായിത്തീരണം, that all may be one. സന്നദ്ധ സുവിശേഷക സംഘത്തിന് ഇടവമിഷന്റെ ആഭിമുഖ്യത്തിലാണ് കൂടിയിരിക്കുന്നതെങ്കിലും ഈ ഞായറാഴ്ച, അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സഭയായി ഒരു എക്യൂമിനിക്കൽ സൺഡേ ആയിട്ടാണ് ആചരിച്ചത്. യൂണിറ്റ് സൺഡേ ആയിരുന്നു. നമുക്കിപ്പോൾ ഒരു മാർത്തോമ CSI CNI ഒരു യൂണിയൻ ഫെലോഷിപ്പ് നമുക്കുണ്ട്, ഒരു കൗൺസിൽ, ജോയിന്റ് കൗൺസിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ വ്യത്യസ്ത സഭകൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിനുള്ളതായ ഒരു ഐക്യ സൺഡേ ഞായറാഴ്ചയായിട്ട് നമുക്ക് കൊണ്ടാടാൻ തക്കൊണ്ട് കഴിഞ്ഞു. യേശു ഇതാ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാണ്? ശിഷ്യന്മാര് പലരാണ്, പല അപ്പനമ്മമാർക്ക് ജനിച്ചവരാണ്. ശിഷ്യന്മാരാണെങ്കിലും ഒരു വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ ഇവരിലും ഒത്തിരി വ്യത്യസ്തതകളുണ്ട്. എന്നാൽ ആ വ്യത്യസ്തതയുള്ളതായ പ്രിയപ്പെട്ടവരിൽ ഒരു ഐക്യത ഉണ്ടാകണം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അത് വളരെ പ്രധാനമാണ്. നമുക്ക് വ്യത്യസ്തത ഇല്ലാതിരിക്കാൻ ഒക്കത്തില്ല, എന്നാൽ വ്യത്യസ്തതയിൽ ഐക്യത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശു പ്രാർത്ഥിക്കുന്ന, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നവർ ഇവരും ഒന്നായി തീരണം എന്നതിനെ കുറിച്ചാണ്. ശിഷ്യ സമൂഹം കാഴ്ചയിൽ വ്യത്യസ്തരാണെങ്കിലും അവരുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും അവര് ഒരുമയുള്ളവരായിരിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു ഒരുമ കാണാൻ കഴിഞ്ഞില്ല. പലപ്പോഴും യേശുവിന് വേദനയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷകൻ പറയുന്നത്, ഈ ലോകത്തെക്കുറിച്ച് പറയുന്നത്, ഇറ്റ് ഇസ് എ ഹ്യൂമൻ സൊസൈറ്റി ഓർഗനൈസിങ് ഇറ്റ്സെൽഫ് വിത്തൗട്ട് ഗോഡ്. ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യ സമൂഹമായി തീരുമ്പോൾ യേശുവിന് ഈ ലോകത്തിൽ ത്യജിക്കുവാൻ, അതായത് പ്രവർത്തിപ്പാൻ കൊണ്ട് സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ഇതാ യേശു ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതായ ലോകത്ത് ദൈവമില്ലാത്തതായ ഒരു അനുഭവം ഉണ്ട്. ഈ സമൂഹം, ഈ ലോകം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശു പ്രാർത്ഥിക്കും, ദൈവ ഉദ്ദേശത്തിലേക്ക് മടങ്ങി കൊണ്ടുവരുവാൻ യേശു ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ സുവിശേഷം പറയുന്നു, ജീസസ് സോ ലവ്ഡ് ദ വേൾഡ്, അതായത് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതിനെ കുറിച്ചാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായി തീരണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ പലരായിരിക്കാം, പല സ്വഭാവമുള്ളവരായിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നാണോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഓൾ ആർ വൺ ഇൻ ക്രൈസ്റ്റ്. യവനനെന്ന് യഹൂദനെന്ന്, സ്ത്രീ എന്ന പുരുഷനെന്ന് വ്യത്യാസമില്ല, എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പ്രത്യേകം ഇവിടെ ഓർപ്പിക്കുന്നു. ദൈവ അവബോധം വരുത്തുന്നതിനാണ് ദൈവം തമ്പുരാൻ നമ്മൾ ഐക്യതയിലുള്ളവരായി ഇരിക്കണം എന്ന് കഴിയുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ ശിഷ്യന്മാരുടെ, വിശേഷം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവരവകാശം പറയുന്നവരാണെങ്കിലും അവരുടെ ഇടയിൽ ഒരു ഐക്യത ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഭിന്നത മാറ്റി എടുക്കണമെങ്കിൽ, സുവിശേഷം പങ്കിടണമെങ്കിൽ ഒരുമയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആയതിനാലാണ് യേശു ഇവർക്ക് വേണ്ടി, ഇവരുടെ ഇടയിൽ ഐക്യത ഉണ്ടാകണമെന്ന് യേശു പ്രാർത്ഥിച്ചത്. ഇവിടെ ഒരു പറഞ്ഞ ഭരണപരമായ ഒരു ഐക്യത്തെക്കുറിച്ചല്ല, ഒരു സംഘടനാപരമായ ഒരു ഐക്യത്തെക്കുറിച്ചല്ല. അതുപോലെ തന്നെ യേശു ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നോട്ട് യൂണിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നോട്ട് യൂണിറ്റി ഓഫ് ഓർഗനൈസേഷൻ, നോട്ട് യൂണിറ്റി ഓഫ് എക്ലീസിയാസ്റ്റിക്. എന്നാൽ യേശു ആഗ്രഹിക്കുന്ന ഒരു യൂണിറ്റി എന്ന് വെച്ചാൽ, ഇറ്റ്സ് എ യൂണിറ്റി ഓഫ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഭരണപരമായ ഐക്യതയെക്കുറിച്ചായിരിക്കാം, സഭകൾ ഒന്നിച്ചുള്ള ഐക്യതയെക്കുറിച്ചായിരിക്കാം, അതുപോലെ തന്നെ സംഘടനാപരമായ ഐക്യതയെക്കുറിച്ചായിരിക്കും. യേശു ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഐക്യതയെക്കുറിച്ചല്ല ആഗ്രഹിക്കുന്നത്, എന്നാൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളതായ ഒരു ഐക്യത നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
ഇന്ന് എത്രയോ ഐക്യ സംഘടനകളാണ് നമുക്ക് ഇന്ന് ചുറ്റുപാടുമുള്ളത്. KCC, CSI, CNI, മാർത്തോമ ജോയിന്റ് കൗൺസിൽ, NCCI, CCA, WCC, ഐക്യ കൺവെൻഷനുകൾ, ഇഷ്ടംപോലെ ഐക്യ പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്. ഈ ഐക്യ പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കാം? ഈ ഐക്യ പ്രസ്ഥാനങ്ങളിൽ ചുമതലാ സ്ഥാനത്തേക്ക് വരുവാനുള്ള ഒരു പിടിവാശി, മത്സരം, ഇലക്ഷന്, ഇതെല്ലാം അല്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ? ഇന്ന് ഐക്യവേദിയുടെ ഒരു നാമധേയത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതായ ആളുകളൊക്കെ ചർച്ചയ്ക്കും പഠനത്തിനും സെമിനാറിനും കോൺഫറൻസിനും ഒക്കെ രാജ്യാന്തര യാത്ര ചെയ്യുന്നവരല്ലേ? എത്രയോ വിമാനയാത്ര ചെയ്യുന്നു, അല്ലാത്ത യാത്രകൾ ചെയ്യുന്നു, ഒരു സ്ഥലം വിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഐക്യ പ്രസ്ഥാനങ്ങളുടെ കെയർ ഓഫിൽ പോകുന്നു. എന്തുമാത്രം പണം ചെലവഴിക്കപ്പെടും? എവിടെയെങ്കിലും ഇന്ന് ഐക്യത കാണാൻ കഴിയുന്നുണ്ടോ? ഐക്യത മാറി ഇന്ന് ഭിന്നത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് എന്ന് നമ്മൾ ഓർക്കണം. കർത്താവ് യേശു പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് യേശു പിതാവായ ദൈവത്തോട് ഇവർ ഒന്നായിത്തീരണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന ആള നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയൊരു ഒരു 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 ചെറിയ ഒരു ഘടകമാണെന്ന് തോന്നിയാൽ വലിയൊരു ഘടകമാണ് കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഐക്യത നമുക്ക് അവിടെ ഉണ്ടോ? നമ്മുടെ ഇടവകയിൽ ഐക്യത നമുക്കുണ്ടോ? നമ്മുടെ സഭയിൽ ഐക്യത നമുക്കുണ്ടോ? നമ്മുടെ ഈ ലോകത്തിൽ ഐക്യതയുണ്ടോ? യേശു പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ പിതാവേ ഇവരൊന്നായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയും ഐക്യതയ്ക്ക് വേണ്ടി യേശു ആഗ്രഹിക്കുന്നു. 2, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയിലെ ഒരു വിഷയമാണ് 15-ാമത്തെ വാക്യത്തിൽ, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്നും അവരെ നീ വിടുവിക്കണമേ. നോട്ട് ടു ടേക്ക് അവേ the disciples from this world, but keep them wherever they are. സാത്താന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നീ ഇവരെ കാത്തുകൊള്ളണമെന്ന പ്രാർത്ഥനയാണ്. ഈ ലോകത്തെ ഒഴിഞ്ഞു പോകാൻ ഒക്കത്തില്ല. ഈ ലോകത്തിൽ നമ്മൾ കഴിഞ്ഞേ ഒക്കത്തുള്ളൂ. എന്നാൽ ലോകക്കാരെ പോലെ ആകാൻ സാധ്യമല്ല, ലോകത്ത് നിന്ന് വ്യത്യസ്തരായി ജീവിപ്പാൻ. അതുകൊണ്ടാ ഈ ലോകത്ത് അവരെ എടുക്കണമെന്നല്ല, ഈ ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ വരുന്ന തിന്മശക്തികളെയും സൈത്താന ശക്തികളെയും ഒക്കെ അതിജീവിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കണം. പാപമാകുന്ന ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോടൊപ്പം ഈ ലോകത്തിലെ രൂപാന്തരത്തിനായിട്ടാണ് യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാർ ഈ ലോകത്തിൽ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ എന്നതായ ഒരു പ്രാർത്ഥനയാണ്. ദുഷ്ടൻ എന്ന പദം ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഇല്ല എന്ന് വന്നേക്കാം. വേദപുസ്തകം ഒരുപക്ഷെ ദുഷ്ടനെ കുറിച്ചുള്ളതായ ഒത്തിരി നിർവചനങ്ങളോ കാര്യങ്ങളോ പറയുന്നതായിരിക്കത്തില്ലായിരിക്കാം. എന്നാൽ ഈ ലോകത്തിൽ ദുഷ്ടശക്തി ഉണ്ടെന്നുള്ളതും ദുഷ്ടശക്തി ദൈവിക ശക്തിക്ക് എതിരാണെന്നും വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ദൈവം ദുഷ്ടശക്തിക്ക് അതീതനാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മിലേക്ക് തിരിഞ്ഞ് ജീവിക്കുന്നത് കൊണ്ടും ദൈവത്തെ മറക്കുന്നത് കൊണ്ടും ദുഷ്ടനെ ജയിക്കാൻ നമുക്ക് കഴിയുകയില്ല. നാം ഈ ലോകത്തിൽ ഉള്ളവരാകുന്നുവെങ്കിലും ലോകക്കാരാകാൻ പാടില്ല. ദോ we are in this world, we should not be of the world. ലോകത്തിലായിരിക്കുന്നുവെങ്കിൽ ലോകക്കാരാകാൻ നമുക്ക് പാടില്ല. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ശിഷ്യന്മാർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം കാത്താൽ മാത്രമേ ശിഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. ദൈവമക്കളായ നാം ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകത്തെ പോലെ ആകാൻ പാടില്ല. ലോകമയത്തിലും ലോകമയക്കത്തിലും ആകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വ്യത്യസ്തരായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കലും മെഡിക്കൽ വിദ്യാർത്ഥിനി അവരുടേതായ പഠനം പൂർത്തീകരിച്ചു. അവരുടേതായ അധ്യാപകരും കൂട്ടുകാരോട് ചേർന്ന് അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ സെലിബ്രേഷന് വേണ്ടി പുറത്തു പോയി. അവിടെ ചെന്നപ്പോൾ അവരുടേതായ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഭക്ഷിക്കുന്നതിനും പാനീയം ചെയ്യുന്നതിനും ആഹ്ലാദിക്കുന്നതായ സമയമായി കണ്ടെത്തി. ഭക്ഷണ സമയത്ത് മദ്യം സെർവ് ചെയ്യുന്ന ഒരു അനുഭവം വന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഈ മദ്യം അവിടെ സെർവ് ചെയ്തപ്പോൾ അതിൽ പങ്കെടുക്കാതെ മാറി നിന്നപ്പോൾ അവരെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ തന്നെ അവളോട് ചോദിക്കുന്നു, എന്താണ് നീ മാറി നിൽക്കുന്നതിൽ സഹകരിക്കാത്തത്? അപ്പോൾ ഈ പെൺകുട്ടി പ്രകാരം പറഞ്ഞു, ഞാൻ ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കാം, പക്ഷേ
മദ്യം ഞാൻ ഉപയോഗിക്കത്തില്ല. അതെന്റെ ജീവിത ശൈലിയാണ്, ഉപയോഗിക്കാതിരിക്കുന്നത്. അവൾ പറഞ്ഞത്, ഞാനിതിൽ സഹകരിക്കത്തില്ല. ഐ എം എ ക്രിസ്ത്യൻ, മോർ ഓവർ ഐ എം എ മാർത്തോമൈറ്റ്. അവൾ പറഞ്ഞത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുപോലെ തന്നെ ഞാനൊരു മാർത്തോമക്കാരത്തി ആയതുകൊണ്ട് മദ്യം ഞാൻ തൊടുത്തില്ല. ലോകത്തിലാണ് ജീവിക്കുന്നത് ആ കുട്ടിയെങ്കിലും അവൾ പറയാൻ, ഞാൻ അത് തൊടത്തില്ല, കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ പറയും മദ്യമൊക്കെ ഇന്ന് പ്രധാനമാണല്ലോ, അല്ലെങ്കിൽ ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണല്ലോ എന്ന് ചിന്ത നമുക്കുണ്ടാകും. മദ്യം മാത്രമല്ല, മറ്റേതെല്ലാം ആസക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ പറയുകയാണ്, അതായത് ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ലോകക്കാരെ പോലെ ആകാൻ നമുക്ക് കഴിയത്തില്ല. ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, ലോകത്ത് അവരെടുക്കണമെന്നല്ല, ഈ ലോകത്തിന്റെ പശ്ചാത്തലത്തിലും അവർ ജീവിക്കണം. ദൈവത്തോടൊത്ത് ജീവിച്ച് ദൈവവേല ചെയ്യാനായിട്ട് അവരെ കുറിച്ച് യേശു ആകും. 3, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്, സത്യത്താൽ അവരെ നീ വിശുദ്ധീകരിക്കണമേ. 17-ാമത്തെ വാക്യത്തിൽ സാങ്ക്ടിഫൈ ദം. ശിഷ്യന്മാർക്ക് വേണ്ടി യേശു എന്തിനാണ് ഈ ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിക്കണം? അവര് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരല്ലേ? അവര് വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലേ? പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലൊക്കെ. യെരമ്യാവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചു, നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് അപ്പോസ്തലനായിട്ടും അല്ലെങ്കിൽ പ്രവാചകനായിട്ട് നിയോഗിച്ചിരിക്കുന്നു. വിളിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധിയുടെ ഒരു അനുഭവത്തിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. എന്നാൽ അതിന് അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും വിശുദ്ധി അവരിൽ കാണാത്തതായ യേശുവാണ് അവിടെ അവരെ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇവരെ നീ സാങ്ക്ടിഫൈ ദം. ശിഷ്യന്മാരിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രത്യേകതയാണ് വിശുദ്ധീകരണം. വിശുദ്ധി എന്ന പദത്തിന് ഹോളി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഗ്രീക്ക് ഭാഷയിൽ ഹഗിയോസ് എന്നതായ പദം, സെറ്റ് എപ്പാർട്ട്, വേർതിരിക്കപ്പെടുക. അതായത് പ്രത്യേകം വേർതിരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹഗിയോസ് എന്ന പദത്തിന് 2 അർത്ഥമാണുള്ളത്, 2 വശങ്ങളുള്ളത്. ഒന്ന്, വേർതിരിക്കപ്പെടുക. എന്തിനു വേണ്ടി? ഒരു പ്രത്യേക പർപ്പസിന്. സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. യെരമ്യാവിനെ ദൈവം തമ്പുരാൻ വിളിച്ചു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ നിയമിച്ചു. പൗലോസ് അപ്പോസ്തലനെയും വിളിച്ചു, വിശുദ്ധീകരിച്ച് അയക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ രണ്ടുപേരെയും അവിടെ ദൈവം തമ്പുരാന്റെ ആത്മാവിൽ അവരെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു അനുഭവം മാത്രമല്ല, വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്നു. സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. എന്താണ് സ്പെഷ്യൽ പർപ്പസ്? യെരമ്യാവിനെ വിളിച്ചത് ജാതികൾക്ക് പ്രവാചകനായിരിക്കാനായിട്ടാണ്. പൗലോസിനെ വിളിച്ചത് ജാതികൾക്ക് അപ്പോസ്തലനായിരിക്കാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ ഈ ശിഷ്യന്മാരെ വിളിച്ച് അടുപ്പിച്ചതും വേർതിരിക്കപ്പെട്ടവരായിരിക്കാൻ മാത്രമല്ല, ഈ നിയോഗത്തിൽ അവർ പങ്കുള്ളവരായി തീരുവാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ പങ്കുള്ളവരായി തീരണമെങ്കിൽ വിശുദ്ധിയുടെ നിറവിൽ നിൽക്കുന്നവരായിരിക്കണം. ഇന്ന് പലപ്പോഴും വിശുദ്ധിയുടേതായ നിറവ് എങ്ങും കാണാൻ കഴിയാത്തതായ ഒരു അനുഭവമല്ലേ? ദൈവം അവരെ വിളിച്ചടുപ്പിച്ചത് എന്തിനാണ് ചോദിച്ചാൽ, സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ ടാസ്ക്. സ്പെഷ്യൽ ടാസ്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓഫീസിൽ പ്രവർത്തിക്കുന്നതിനായിട്ടല്ല, ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരിക്കുന്നതിനെ കുറിച്ചല്ല. എന്നാൽ യോഹന്നാൻ സുവിശേഷൻ പറയുന്നത്, ടു എക്വിപ്പ് എ മാൻ വിത്ത് ദ ക്വാളിറ്റീസ് ഓഫ് എ മൈൻഡ്, ഹാർട്ട് ആൻഡ് ക്യാരക്ടർ. ഒരു മനുഷ്യനെ നല്ല മനസ്സും നല്ല ഹൃദയവും നല്ല സ്വഭാവമുള്ള ഗുണമുള്ള ആളുകളാക്കി തീർക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം തമ്പുരാൻ യേശുക്രിസ്തുവിൽ കൂടെ ശിഷ്യന്മാരെ വിളിച്ചത് എന്നിവിടെ ഓർപ്പിക്കുക ചെയ്യുന്നു. അങ്ങനെ ആളുകളെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരിൽ വിശുദ്ധിയുടെ അനുഭവം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവബോധത്തിൽ നിൽക്കുകയും ദൈവസേവനം ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവഭാവം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവ നന്മയും ജ്ഞാനവും വിശുദ്ധിയും നമുക്ക് ആവശ്യമായിരിക്കുന്നു. ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കും, നിങ്ങളും വിശുദ്ധനാകൂ. ഇന്ന് വിശുദ്ധി എന്ന വാക്ക് ദൈവവേല ചെയ്യുന്നവരിലും ദൈവത്തിന്റെ ജനങ്ങളിലും പാടെ നഷ്ടപ്പെട്ട ലോകത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനികൾ ദൈവനാമം ദൂഷിക്കുന്ന തരത്തിലുള്ള അനേക അനുഭവങ്ങൾ
ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. വിശുദ്ധിയിൽ ജീവിക്കേണ്ടതായ വിശ്വാസികൾ, വിശുദ്ധി ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആത്മീയ പ്രബുദ്ധരായിട്ടുള്ള നേതാക്കന്മാർ പോലും ഇന്ന് വിശുദ്ധിയുടെ അംശം കാണാൻ കഴിയാതെ സമൂഹത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു അനുഭവമല്ലേ എന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. എവിടെയായിരുന്നാലും കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങും. 3, യേശുവിന്റെ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നത് 20-ാം വാക്യത്തിൽ, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മാത്രമല്ല, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചതല്ല, പിന്നെയോ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു തന്റെ പ്രാർത്ഥനയിൽ തനിക്ക് വേണ്ടിയും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൂരെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൊഴുത്തിൽ പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാത്മഭാരം യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന് ഒരു ആത്മഭാരം ഉണ്ടായിരുന്നു. ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നത് ഒരു സാർവത്രിക സഭയ്ക്ക്, ഒരു യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടിയിട്ടാണ്. സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, എന്നാൽ ഒരു സാർവത്രിക സഭ ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തിലാണ്. എന്നിൽ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാൻ പോകുന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ തൊഴുത്തിൽ പെടാത്തവരുമുണ്ട്. മാർത്തോമാ സഭ, സുവിശേഷ പ്രസംഗ സംഘം തൊഴുത്തിൽ പെടാത്തതായ പ്രിയപ്പെട്ടവരുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. യൂണിവേഴ്സൽ ചർച്ച് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മുടെ പ്രാർത്ഥനയും സഹകരണവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡിനോമിനേഷണൽ ആയിട്ടുള്ളൊരു സഭയെ കുറിച്ചല്ല പറയുന്നത്, ഒരു യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ. ലോകത്തിലെ എല്ലാ സഭകളും ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല, നടക്കത്തുമില്ല. എന്നാൽ ഒരു സാർവത്രിക സഭയാണ് നമുക്ക് ആവശ്യമായി. ഇത് വേണ്ടിയിട്ടാണ് യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാ നാവും ക്രിസ്തു കർത്താവ് എന്ന് വിളിച്ചു പറയണം. എല്ലാവരും അവന്റെ നാമത്തിൽ വന്ന് മുട്ടുകളെ മടക്കണം. ആ ഒരു യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചാണ് ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആകുന്നു. ഒരു യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നാം നമ്മെ കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചും സഭയെക്കുറിച്ചും ഭാരമുള്ളവരായിട്ട് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ ദൈവ കൂടാരത്തിൽ പ്രവേശിപ്പിക്കുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളതിന് ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായി. നമ്മുടെ സഭ ഒരു സുവിശേഷ വിഹിത സഭയാണ്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ലജ്ജിക്കേണ്ടതായ ആവശ്യമില്ല. സുവിശേഷം അറിയിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പൗലോസ് അങ്ങനെയുള്ള ആളുകളുടെ കാലം എത്ര മനോഹരം. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകരായിരിക്കണം, ക്രിസ്തുവിനെ വഹിക്കുന്നവരാകണം. സുവിശേഷകർ ആകുന്നത് പോലെ, സുവിശേഷത്താൽ ആകുന്നത് പോലെയും സുവിശേഷത്താൽ വിശ്വാസത്തിൽ സമൂഹം ഉണ്ടാകുന്നതിനുള്ള സന്തോഷം അഭിമാനവും അല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ സുവിശേഷ പ്രസംഗ സംഘം സുവിശേഷവുമായി ഭാരത ഉടനീളം പ്രവർത്തിച്ചതിനാൽ എത്രയോ മറ്റു ഭാഷക്കാർ, ക്രിസ്തേതരായിട്ടുള്ള ആളുകൾ സഭ അംഗങ്ങളായി തീർന്നു എന്ന് മാത്രമല്ല, സുവിശേഷ പ്രവർത്തകരായി തീരുവാൻ ദൈവമിടയാകും. യേശുവിന്റെ പ്രാർത്ഥന ഗൗരവമായി എടുക്കേണ്ടത് ആവശ്യമാണ്. ഐക്യത്തോടെ, ലോകക്കാരാകാതെ വിശുദ്ധിയിൽ ജീവിച്ച് ക്രിസ്തേതരായിട്ടുള്ള ആളുകളെ ക്രിസ്തുവുമായിട്ട് ബന്ധിപ്പിക്കുന്നതായി ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒരു യൂണിവേഴ്സൽ സഭ എന്നുള്ളതായ കൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ വളരേണ്ടത് ആവശ്യം. ഈ ഒരാഴ്ചയിൽ ഒരു ഐക്യ സൺഡേ ആണല്ലോ. സഭകൾ തമ്മിലുള്ള ഐക്യത മാത്രമല്ല, എന്നാൽ ലോകത്തിലെ എല്ലാവരും ഒന്നിച്ച് ഒരു സാർവത്രിക സഭ, ദൈവമാകുന്ന അങ്ങനെ ഒരു സഭ ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാ ദൈവം ലോകത്തിന്റെ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലാണ് മാർത്തോമാക്കാരൻ പോയി താമസിക്കുന്നത്. എന്തിനാണ്? നമ്മുടെ ശക്തി കാണിക്കാനായിട്ടല്ല, പിന്നെയോ ഒരു സാർവത്രിക സഭയെ വാർത്തെടുക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാർത്തോമാ സഭ ഒരു സാർവത്രിക സഭയും സാർവത്രിക സഭയുടെ ഭാഗമായി തീരുവാൻ ദൈവം എന്നെ വിളിച്ചു അടുപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഒറ്റ അനുഭവം പറഞ്ഞ് വാക്ക് അവസാനിപ്പിക്കട്ടെ. ഈ സാർവത്രിക സഭയുടെ ഭാഗമായി തീരുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഒരു കന്നഡ ഭാഷ സംസാരിക്കുന്നയാളാണ്. എൻ്റെ മാതൃദേശം
കർണാടക സംസ്ഥാനത്തിലെ ബാംഗ്ലൂരിനകത്ത് ഹോസ്കോട്ടയാണ്. നമ്മുടെ ഒരു മിഷൻ ഫീൽഡുള്ള സ്ഥലമാണത്. ഞാൻ അവിടെയാണ് ജനിച്ചത്. ഇന്നേക്ക് 56 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഗ്രാമത്തിൽ ജനിച്ച് എൻ്റെ 20-ാം ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ലോകത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ പിതാവും ആ വർഷം തന്നെ ലോകത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ അപ്പനെയും അമ്മയും ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പേരൻസിൻ്റെ പടം എൻ്റെ കൈവശമില്ല. ഗ്രാമത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥനായി കഴിയുന്ന പശ്ചാത്തലത്തിൽ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കഴിയുന്നത്. അപ്പോൾ അവിടെ ഗ്രാമത്തിലേക്ക് സുവിശേഷ പ്രവർത്തകർ വന്നു. അവർ ഈ കുഞ്ഞിനെ കണ്ടു. വീടുകൾ കയറി പ്രാർത്ഥിക്കുന്നതും സുവിശേഷ പ്രവൃത്തി നൽകുന്നതും സുവിശേഷം പറയുന്നതിനേക്കാളൊക്കെ ഉപരി ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതാണ് സുവിശേഷം എന്ന് അവർ മനസ്സിലാക്കി. കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ ഗ്രാമക്കാരുമായിട്ട് ചർച്ച ചെയ്തു. ഗ്രാമക്കാർ പറഞ്ഞു, ഞങ്ങൾ ഈ കുഞ്ഞിനെ തരികയില്ല. ഈ പ്രവർത്തകര് അവരുടെ പ്രവർത്തന സ്ഥലത്തേക്ക് വൈകുന്നേരം മടങ്ങിപ്പോയി. അവിടെ പ്രാർത്ഥനയ്ക്ക് അവർ സമയം ചെലവഴിച്ചു. ആ സുവിശേഷ പ്രവർത്തകരായി വന്നതിൽ 2-3 സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ മനസ്സ് വളരെ നൊന്തു. അവർ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞിനെ ഓർത്ത് അവർ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞ് നഷ്ടപ്പെടും, നാളെ ചെന്നാൽ ഈ കുഞ്ഞിനെ കാണുന്നു. അവരുടെ മനോവേദന അവർക്ക് വേണ്ടിയല്ല, അവരുടെ കുഞ്ഞല്ല, എന്നാൽ ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞായിത്തീരണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഗ്രാമത്തിൽ ഈ കുഞ്ഞിന്റെ മൂത്ത 3 സഹോദരിമാരുണ്ട്. അവർ ഈ സഹോദരിമാരായിരിക്കുന്ന സുവിശേഷകരുടെ സാരി തുമ്പൽ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയണ, അമ്മ, ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി രക്ഷപ്പെടുത്തണം, ഇല്ലേ കുഞ്ഞിവിടെ നഷ്ടപ്പെട്ടു പോകും. അവരുടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഗ്രാമക്കാരിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു കുഞ്ഞിനെ. അപ്പൊ അവർക്കൂടെ ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നുള്ള താല്പര്യത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുതരണം. അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ പ്രായം ചെന്നൊരു അമ്മച്ചി പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുവരാം. അമ്മച്ചി ചന്തയിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കൊട്ടയ്ക്കകത്തോട്ട് ഷീറ്റ് വിരിച്ച് കുഞ്ഞിനെ കടത്തി തലയിലോട്ട് വെച്ചു. അമ്മച്ചി ആ സ്ഥലത്ത് 4 കിലോമീറ്റർ നടന്ന് ഈ കുഞ്ഞിനെ തല ചുമടായിട്ട് തന്നെ ഹോസ്കോട്ടിലെ മിഷൻ ഫീൽഡിൽ കൊണ്ടുകൊടുത്തു. പ്രിയപ്പെട്ട, ഇന്നേക്ക് 56 വർഷം പിന്നിട്ടു ഞാൻ ആ ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ്. മറ്റു മതപശ്ചാത്തലത്തിൽ ജനിച്ച ഒരാളാണ്. മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവർ, ഈ മാർത്തോമ സഭ എന്നുള്ളത് ആയിരിക്കാം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നിൽ വിശ്വസിപ്പാൻ, അതായത് ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ മാർത്തോമ സഭയിലെ പ്രവർത്തകരായിരിക്കുന്ന ആളുകളുടെ വചനത്താൽ വിശ്വാസത്തിൽ വരാൻ പോകുന്ന എനിക്ക് വേണ്ടി കൂടാണ് യേശു വന്ന് പ്രാർത്ഥിച്ചതെന്ന് എൻ്റെ വിചാരം. ഒരു സാർവത്രിക സഭയുടെ ഭാഗമായി തീരുവാൻ ദൈവം എന്നെ വിളിച്ചു. ഈ സഭയിൽ വളരുവാൻ, ഈ സഭയിൽ കൂടെ കർത്താവിനെ പൂർണ്ണമായി മനസ്സിലാക്കും, വിശ്വാസം വരുവാൻ, രക്ഷകനെ സ്വീകരിപ്പാൻ, ഈ രക്ഷകനെ മറ്റുള്ളവർക്ക് പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി. സുവിശേഷ പ്രസംഗ സംഘമാണ് ഹോസ്കോട്ടിലെ പ്രവർത്തനം ആരംഭിച്ചത്. ആ സംഘടനയുടെ ചുമതലയിലേക്ക് വരുവാൻ തക്കവണ്ണം ബലഹീന ദൈവം എന്നെ ഇത്രത്തോളം നടത്തി പരിപാലിച്ചു. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, സുവിശേഷ വേലയ്ക്ക് നൽകുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന മാർത്തോമാക്കാർ ഇന്നുണ്ട്. എന്ത് ചെയ്യുന്നു മാർത്തോമ സഭ? മറ്റ് സഭകൾ ചെയ്യുന്നില്ലേ? മറ്റ് സംഘടനകൾ ചെയ്യുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രസംഗ സംഘം 132 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും പഴയതിനേക്കാൾ ശക്തമായ രീതിയിൽ, അച്ഛനെ ഓർപ്പിച്ചല്ലോ, ഇന്ന് ഭാരതത്തിലെ പല ഗ്രാമങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി വിശ്വാസം നമുക്ക് ഇന്ന് മാർത്തോമ സഭയ്ക്കുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ പെടുന്ന ഒരാളായിട്ട് ദൈവം എന്നെയും വിളിച്ച് അടുപ്പിച്ചു. മാർത്തോമ സഭയും മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘവും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമുഖത്തിൽ കാണത്തില്ലായിരുന്നു. ദൈവം തമ്പുരാൻ ഇത്രത്തോളം നടത്തി. കഴിഞ്ഞ മാസം 26 വർഷം പിന്നിട്ടു മാർത്തോമ സഭയിലെ പട്ടക്കാരനായിട്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, കർണാടകത്തിലെ മിഷൻ ഫീൽഡുകളിൽ, ഒരു ടൈം അമേരിക്കയിൽ ബാൾട്ടിമോറിലും ഞാൻ 2007 മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ പലയിടങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം അവസരം തന്നു. ഒരു കുടുംബത്തെ ദൈവം തന്നു, കുഞ്ഞുങ്ങളെ തന്നു, ദൈവം തമ്പുരാൻ നടത്തുന്നു. എൻ്റെ 3 പെങ്ങന്മാർ ഇപ്പോഴും ഹോസ്കോട്ടയിലുണ്ട്, കർണാടകത്തിലുണ്ട്. അവരും ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേല ഇന്ന് ഒഴിച്ചുകൂടാൻ പാടില്ല. നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ നാടുകളിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ല, നമ്മുടെ തലമുറകൾക്ക് പോകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ദൈവത്തിന് വിളി നമുക്ക് നമ്മളായിരിക്കുന്ന മേഖലയിൽ സാക്ഷികളായിരിക്കാൻ. എന്നാൽ ദൈവത്തിന് വിളി കേട്ട്
ആത്മാർത്ഥമായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഈ നാടുകളിൽ പ്രയാസപ്പെടുമ്പോൾ ഒരു ഉപജീവനത്തിലുള്ള മാർഗമെങ്കിലും കൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ. ദൈവം തമ്പുരാനെ അത് നിർവഹിക്കാനുള്ള വെളിയും ഞങ്ങൾക്ക് തരണമേ. അത് ചെയ്യാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പങ്ക് അതിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരട്ടെ. യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങനെ സാർവത്രിക സഭ ഉണ്ടാകപ്പെടുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തമ്പുരാൻ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കാം.